കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമപ്രവർത്തകരെ കാണും. മാധ്യമപ്രവർത്തകന്റെ ചോദ്യം UDF വിപുലീകരണം നടക്കുമോ, എന്തായി എന്നാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മറുപടി വിസ്മയകരമായ മാറ്റം വരും മുന്നണിയിൽ എന്നാണ്. വിസ്മയകരമായ മാറ്റം വരും മുന്നണിയിൽ എന്ന് വെച്ചാൽ UDFൽ വിസ്മയകരമായ മാറ്റം വരും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾ UDFൽ എത്തും. LDFൽ നിന്ന് തന്നെ കക്ഷികൾ വരാൻ സാധ്യതയുണ്ട്. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് UDF കൺവീനറായ അടൂർ പ്രകാശ് മറ്റൊരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. CPIയുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചർച്ചകൾ എവിടം വരെ എത്തി എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ആരുമായാണ് ചർച്ചകൾ നടത്തുന്നത് എന്ന് പറയാൻ കഴിയില്ല. ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. എന്നാൽ ഇന്ന് മാധ്യമപ്രവർത്തകർ ഇതേ ചോദ്യം വീണ്ടും ചോദിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട്. അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി രസകരമാണ്. അതൊന്ന് കേൾക്കുക. അതെനിക്കറിയില്ല. എൻ്റെ കയ്യിൽ പത്രത്തിൽ കണ്ട് എനിക്ക് കോപ്പി ഉണ്ടെന്ന് ഞാൻ കണ്ടില്ല. അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ നിങ്ങൾ KPCC പ്രസിഡന്റിനോട് ചോദിക്കണം. സംഘടനാപരമായ കാര്യങ്ങളല്ല. ഞാൻ സംഘടനാപരമായ കാര്യങ്ങളിൽ പ്രതികരിക്കില്ല. അതൊക്കെ പാർട്ടി പ്രസിഡന്റ് കറക്റ്റായിട്ട് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഞാൻ പറഞ്ഞത് കോൺഗ്രസിലും UDFലും ഒരു സംവിധാനമാണ്. UDFന്റെ ഏകദേശം ഒരു 90% സീറ്റ് വിഭജന ചർച്ചകൾ സംസ്ഥാനത്തുടനീളം പൂർത്തിയായിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ പൂർത്തിയാവുള്ളൂ. അത് ഇന്നും നാളെയും കൊണ്ട് പൂർത്തിയാവും. ഏറ്റവും വേഗത്തിലാണ്, ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള വേഗത്തിലാണ് UDFന്റെ സീറ്റ് വിഭജനവും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവും നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഒരു എക്സസൈസ് നേരത്തെ ചെയ്തിട്ടുണ്ട്, നല്ല ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ അതിന്റെ റിസൾട്ട് ഉണ്ട്. മൊത്തം റിസൾട്ട് വരുമ്പോഴും അത് പ്രതിഫലിക്കും. LDFൽ നിന്ന് 2 പ്രമുഖ കക്ഷികളെ UDFൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ UDF നേതാക്കൾ നടത്തിയിരുന്നു. അതിൽ ഒരു കക്ഷി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേരത്തെ UDFന്റെ ഭാഗമായിരുന്നു. UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടക കക്ഷികളിൽ ഒന്നായിരുന്നു. 3ാമത്തെ കക്ഷിയായിരുന്നു. ആ മാണി ഗ്രൂപ്പിനെ UDFൽ നിന്ന് ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്തത്. പറഞ്ഞത് മറ്റാരുമല്ല, ജോസ് കെ മാണി തന്നെയാണ്. ഞങ്ങളെ കോൺഗ്രസ് UDFൽ നിന്ന് ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്തത്. കോൺഗ്രസ് നേതാക്കളാണ് അതിന്റെ മുൻപന്തിയിൽ നിന്നത് എന്ന് പറഞ്ഞത് ജോസ് കെ മാണി തന്നെയാണ്. അതേ മാണിയെ തിരിച്ച് UDFലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത് കോൺഗ്രസ്. എന്തുകൊണ്ട്? മധ്യകേരളത്തിൽ മാണി ഗ്രൂപ്പ് UDF വിട്ടതോടെ വൻ തിരിച്ചടിയാണ് UDFനുണ്ടായത്. അത് മറികടക്കാൻ കഴിയുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അതിനുശേഷം നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്തായാലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കൂടെ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുകയും അതനുസരിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ LDFൽ നിന്ന് UDFൽ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാക്കൾ ജോസ് കെ മാണി തന്നെ ആവർത്തിച്ച് ഉറപ്പിച്ചു പറഞ്ഞു, മുന്നണി മാറ്റം ഞങ്ങളുടെ അജണ്ടയിലേ ഇല്ല. എന്തുതന്നെയായാലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDFനോടൊപ്പം നിൽക്കും എന്ന്. അതോടുകൂടി ആ അധ്യായം അടഞ്ഞു. വിസ്മയകരമായ ഒരു മാറ്റം നടന്നില്ല. മറ്റൊരു മാറ്റം CPI ആണ്. CPIയെ UDFൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ഞങ്ങൾ ചർച്ച നടത്താൻ തയ്യാറാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞത് UDF കൺവീനറാണ്. ഏറ്റവും ഒടുവിൽ PM ശ്രീ വിവാദം ഉണ്ടായപ്പോൾ ഞങ്ങളുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു, LDF വിട്ട് പുറത്തേക്ക് വന്നാൽ അർഹമായ പരിഗണന UDFൽ ലഭിക്കും എന്ന് പറഞ്ഞത് UDF നേതാക്കളാണ്, കോൺഗ്രസ് നേതാക്കളാണ്. പക്ഷേ അത് അടച്ചു വെച്ചേര് എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ തന്നെ പറഞ്ഞു. ആ കട്ടിൽ കണ്ട് പനിക്കേണ്ട എന്ന് വ്യക്തമാക്കിയത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ്. അതോടുകൂടി ആ വിസ്മയവും അടഞ്ഞു. ഇനിയിപ്പോൾ ഏതെങ്കിലും ചെറുകക്ഷികളെ, 2 മുന്നണിയിൽ നിൽക്കാതെ ചെറുകക്ഷികളെ കൂടെ കൂട്ടുക, വ്യക്തികളെ കൂടെ കൂട്ടുക, ഇതാണ് ഇപ്പോഴത്തെ UDFന്റെ തന്ത്രം. അതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്. ചില വ്യക്തികൾ വരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചില സംഘടനകൾ നമ്മോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത്തരം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊരു ഡ്യൂ കോഴ്സാണ്. കോൺഗ്രസ് എന്നത് ദേശീയ പാർട്ടിയാണ്. ദേശീയ തലത്തിലും ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് സംബന്ധിച്ച് ഒരു തീരുമാനമുണ്ടാകും. 2-3 ദിവസത്തിനകം തീരുമാനമുണ്ടാകും. UDF ചേരേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന്. എന്നാൽ കേരളത്തിലെ ഒരു പ്രബല കക്ഷിയും
UDF-നോടൊപ്പം ചേരാൻ ഇപ്പോൾ തയ്യാറല്ല എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചെറുകക്ഷികളെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കടക്കാൻ UDF-ന് കഴിയില്ല എന്ന്. അതുകൊണ്ട് വിവിധ കക്ഷികളെ, വ്യക്തികളെ കൂട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത് UDF. എന്നാലും രക്ഷപ്പെടുമോ എന്ന സംശയമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കോൺഗ്രസ് നേതൃത്വത്തിൽ ഇതുവരെയും ഐക്യമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. കോൺഗ്രസിന്റെ പുനഃസംഘടന ഇതുവരെയും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ജനറൽ സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ച അടി ഇപ്പോഴും തുടരുകയാണ്. ഇതുവരെയും സെക്രട്ടറിമാരെയും നിർവാഹക സമിതിയെയും പ്രഖ്യാപിച്ചിട്ടില്ല. സെക്രട്ടറിമാരുടെ പട്ടിക KPCC ഹൈക്കമാൻഡിന് സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് അതുപോലെ വെട്ടി പകുതിയാക്കി ചുരുക്കി തരാനാണ് ഹൈക്കമാൻഡ് KPCC-യോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പട്ടിക തിരിച്ചയച്ചു കഴിഞ്ഞു. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ എന്തെങ്കിലും ഒരു തീരുമാനം അത് സംബന്ധിച്ച് ഉണ്ടാവുകയുള്ളൂ. അത്രമാത്രം കോൺഗ്രസ് സംഘടനാപരമായ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അങ്ങനെയുള്ള കോൺഗ്രസിനെ വെച്ച് എങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കടക്കാൻ കഴിയും എന്ന ചോദ്യം കോൺഗ്രസ് നേതാക്കൾ തന്നെ ചോദിക്കുന്നു. UDF നേതാക്കളും ആ ചോദ്യം ഉയർത്തുകയും ചെയ്യുന്നുണ്ട്.